ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് 5ാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ 5ാമത്തെ മൊഡ്യൂളിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന ഈ 6ാമത്തെ സെമസ്റ്ററിലെ ടാക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST എന്ന് ചുരുക്കി വിളിക്കും. GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന പേരിലാണ് ഈ 5ാമത്തെ മൊഡ്യൂൾ അറിയപ്പെടുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ നമ്മുടെ ഈ ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന സബ്ജക്റ്റിൻ്റെ 5ാമത്തെ മൊഡ്യൂളാണ്. പക്ഷേ ഈ മൊഡ്യൂളിന് മാത്രമായിട്ടൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ടാക്സ് പഠിച്ചു തുടങ്ങുന്നത്, നമ്മൾ ഈ BCom ഈ പറയുന്ന സ്ട്രീമിൽ BCom ടാക്സേഷൻ എന്ന ഒരു BCom ഉണ്ട്, അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നോർമലി നമ്മൾ BComൽ ടാക്സ് പഠിച്ചു തുടങ്ങുന്നത് 5ാമത്തെ സെമ്മിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കണേ. കാര്യം ഈ പറയുന്ന GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റ് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കുക. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ടാക്സ് പഠിക്കുന്നത് 5ാമത്തെ സെമ്മിലായിരുന്നു. ഇനി എൻ്റെ ചോദ്യം, ഈ 5ാമത്തെ സെമ്മിൽ പഠിച്ച ടാക്സ് എന്ന സബ്ജക്റ്റിൻ്റെ പേരെന്തായിരുന്നു? ചുമ്മാ ടാക്സ് എന്ന് പറച്ചിലേ ഉള്ളൂ, ആ സബ്ജക്റ്റിനൊരു പേരുണ്ടാകുമല്ലോ. അപ്പോൾ 5ാമത്തെ സെമ്മിൽ നമ്മൾ പഠിച്ച ടാക്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ പേരെന്തായിരുന്നു? കറക്റ്റ് പേര് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്നായിരുന്നു. ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് എന്ന പേരിലാണ് 5ാമത്തെ സെമ്മിലെ ടാക്സ് അറിയപ്പെട്ടത്. നമ്മൾ പിന്നെ 6ാമത്തെ സെമ്മിലെത്തിയപ്പോഴും വീണ്ടും വീണ്ടും ടാക്സിൻ്റെ ഒരു പേപ്പറുണ്ട്. ഈ 6ാമത്തെ സെമ്മിലെ സബ്ജക്റ്റിൻ്റെ പേരെന്താ? ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സ് എന്നാണ്. അപ്പം 5ാമത്തെ സെമ്മിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സും 6ാമത്തെ സെമ്മിൽ മറ്റൊരു പേരാണ് ടാക്സേഷൻ ലോ ആൻഡ് അക്കൗണ്ട്സ്. അല്ലാതെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് 2 എന്നൊന്നും അല്ല, അല്ലേ? ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് പാർട്ട് 2 എന്നൊന്നും അല്ല, മറ്റൊരു പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു സബ്ജക്റ്റിൻ്റെ പേരിലൊക്കെ എന്ത് കാര്യം? സബ്ജക്റ്റിൻ്റെ പേരുകൾക്ക് അതിൻ്റേതായ കാര്യമുണ്ട്. 5ാമത്തെ സെമ്മിൽ നമ്മൾ പഠിച്ചത് മുഴുവനും ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 5ാമത്തെ സെമ്മിൽ പഠിച്ചത് മുഴുവനും ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയാം. ഇവിടെ നിന്നാണ് കഥ തുടങ്ങാൻ പോണത്. നമ്മൾ 5ാമത്തെ സെമ്മിൽ പഠിച്ചത് മുഴുവനും ഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ, ഇനി പറഞ്ഞ കേട്ടോണേ, നമ്മുടെ ഇന്ത്യയിൽ 2 ടൈപ്പ് ടാക്സേ ഉള്ളൂ. നാളെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ചോദിച്ചാലും ധൈര്യമായിട്ട് പറയാം. നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയിൽ 2 ടൈപ്പ് ടാക്സ് സ്ട്രക്ചറേ ഉള്ളൂ. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇതിൽ ഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 5th സെമ്മിലും 6th സെമ്മിൻ്റെ ആദ്യത്തെ 4 മൊഡ്യൂളിലും പഠിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ടാക്സ് ആണുള്ളത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. ജസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടാൽ മതി. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ടാക്സേ ഉള്ളൂ, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. നമ്മൾ 5ാമത്തെ സെമ്മിൽ മുഴുവനും പഠിച്ചത് ഡയറക്റ്റ് ടാക്സിനെ പറ്റിയാണ്. 6ാമത്തെ സെം, ഈ സെം 6th സെമ്മിലെ ആദ്യത്തെ 4 മൊഡ്യൂൾ, അതായത് ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ്, പാർട്ട്ണർഷിപ്പ്, LLP, അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആയാലും കോർപ്പറേറ്റ് ടാക്സേഷൻ ആയാലും അസസ്മെൻറ്റ് പ്രൊസീജിയർ ആയാലും അതോറിറ്റീസ് ആൻഡ് പവർ ഓഫ് CBDT ആയാലും ശരി തന്നെ, ആദ്യത്തെ 4 മൊഡ്യൂളിലും നമ്മൾ പരിചയപ്പെട്ടത് മുഴുവനും ഡയറക്റ്റ് ടാക്സ് ആണ്. സോ 5ാം സെം മുഴുവനും ഡയറക്റ്റ് ടാക്സ്, 6ാമത്തെ സെമ്മിലെ ആദ്യത്തെ 4 മൊഡ്യൂൾ ഡയറക്റ്റ് ടാക്സ്. ഇവിടെ ഈ 6ാമത്തെ സെമസ്റ്ററിലെ ഈ 5ാമത്തെ മൊഡ്യൂളിൽ പക്ഷേ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയാണ്. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ മൊഡ്യൂളിൻ്റെ പ്രത്യേകത. നമ്മൾ 5ാമത്തെ സെമ്മ് തൊട്ട് പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായൊരു മൊഡ്യൂളാണ്. കാരണം നമ്മൾ 5ാമത്തെ സെമ്മിലും 6ാമത്തെ സെമ്മിൽ ആദ്യത്തെ 4 മൊഡ്യൂളും ഡയറക്റ്റ് ടാക്സിനെ പറ്റി പഠിച്ചപ്പോൾ ഈ പറയുന്ന ലാസ്റ്റ് മൊഡ്യൂളിൽ മാത്രം ഇൻഡയറക്റ്റ് ടാക്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ കുറേ നേരം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറയില്ലെന്ന് നിർത്ത്. ഇപ്പോൾ നിങ്ങളെ മനസ്സിലും അതായിരിക്കും, ഇയാളൊന്ന് നിർത്ത്. എന്നിട്ട് എന്താണ് ഈ ഡയറക്റ്റ്, എന്താണ് ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്നൊന്ന് പറഞ്ഞാൽ ബാക്കി പിന്നെ. അപ്പോൾ ആദ്യം അതൊന്ന് കാണാം. നമ്മുടെ ഇന്ത്യയിലെ ടാക്സിൻ്റെ സ്ട്രക്ചർ ഇൻ ഇന്ത്യ 2ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതൊന്നുമല്ല, റൂൾ അങ്ങനെയാണ്. The tax system in India is categorized into 2. They are, ഇതങ്ങ് പറഞ്ഞാൽ മതി, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും.
ഇത് സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ തോന്നും ഡയറക്റ്റായിട്ടുണ്ടാക്കുന്ന ഇൻകവും ഇൻഡയറക്റ്റ് ഇൻകവും, അയ്യോ അങ്ങനൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് ചളവാക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. എക്സ് എന്ന് പറയുന്ന ഒരാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറേ ഇൻകം ജനറേറ്റ് ചെയ്തു, കുറേ വരുമാനം ഉണ്ടാക്കി. ഓക്കെ, എങ്ങനെ ആയിക്കോട്ടെ, അയാളൊരു ഇൻഡിവിജ്വൽ ആയിരിക്കാം, എക്സ് എന്നതൊരു കമ്പനി ആയിരിക്കാം, എക്സ് എന്നതൊരു ട്രസ്റ്റ് ആയിരിക്കാം, എക്സ് എന്നത് ആരോ ആയിക്കോട്ടെ, വെർ ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ, AOP, BOI, ട്രസ്റ്റ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി, എന്തോ ആയിക്കോട്ടെ, എക്സ് എന്ന് പറയുന്നൊരു സംഭവം കുറേ വരുമാനം ഉണ്ടാക്കി. പറയുന്ന മനസ്സിലായോ? എക്സ് ഒരു ഇൻഡിവിജ്വൽ ആവാം, HUF ആവാം, ട്രസ്റ്റ് ആവാം, കമ്പനി ആവാം, AOP ആവാം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആവാം. എന്തായാലും എക്സ് എന്ന് പറയുന്ന ആ സംഭവം കുറേ വരുമാനം ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഇതിലാരാണെങ്കിലും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. അത് നിങ്ങൾ പഠിച്ചല്ലോ. 5ാമത്തെ സെമസ്റ്ററിൽ പഠിച്ചത് ഇൻഡിവിജ്വലിനെ പറ്റിയാണെങ്കിൽ 6ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾ പാർട്ട്ണർഷിപ്പ്, ട്രസ്റ്റ്, HUF, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ദെൻ കമ്പനി എല്ലാം പഠിച്ചു. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്നത് ആരാണെങ്കിലും ശരി തന്നെ പുള്ളിക്കാരൻ നേടുന്ന വരുമാനത്തിന് അതാത് ടാക്സ് റേറ്റ് അനുസരിച്ച് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സ് എന്ന് പറയുന്നയാൾ വരുമാനമുണ്ടാക്കി എക്സ് തന്നെയാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. നമ്മൾ ഇതുവരെ എല്ലാം പഠിച്ചത് എങ്ങനെയാണ് അല്ലേ? എക്സ് എന്ന് പറയുന്ന ആളാണ് വരുമാനം ഉണ്ടാക്കുന്നതെങ്കിൽ അയാളല്ലേ അസസ്മെൻറ്റ് ഫയൽ ചെയ്യുന്നത്, റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ആരാണോ വരുമാനം നേടിയെടുക്കുന്നത് അയാൾ തന്നെ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. പേയ്മെൻറ്റിൻ്റെ ബേസിലാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ്, ആരാണോ ടാക്സ് അടയ്ക്കേണ്ടുന്നത് അയാൾ തന്നെ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് പൈസ അടയ്ക്കുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അതാണ് യഥാർത്ഥ മീനിങ്, അല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെയാണ് ഈ ഡയറക്റ്റ് എന്ന വാക്ക് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ടാക്സ് ചാർജ്ഡ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ ഡയറക്ട്ലി ബൈ ദ ഗവൺമെൻറ്. ദെൻ കേട്ടോണേ, ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് കനോട്ട് ഷിഫ്റ്റ് ദ ബർഡൻ ഓൺ ടു സമ്മൺ എൽസ് ആൻഡ് ഹാവ് ടു ബെയർ ദ ബർഡൻ ദംസെൽഫ്. ആരാണോ ടാക്സ് അടയ്ക്കേണ്ടത് അയാൾ തന്നെ ആ റേറ്റിൽ ടാക്സ് അടച്ചിരിക്കണം. ഓക്കെ, നമ്മൾ 5ാമത്തെ സെമ്മിൽ കണ്ടത് മുതൽ ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ ടാക്സുകളും, നമ്മൾ ഈ പറയുന്ന പേഴ്സൺ ആയാലും ഇൻഡിവിജ്വൽ ആയാലും HUF ആയാലും ആരായാലും അവർ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് എല്ലാം ഡയറക്റ്റ് ടാക്സ് ആണ്. ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. സോ നമ്മൾ 5ാം സെമ്മിലും 6ാമത്തെ സെമ്മിൻ്റെ ആദ്യത്തെ 4 മൊഡ്യൂളിലും ഡീല് ചെയ്തത് ഈ ഇൻകം ടാക്സിനെ പറ്റിയാണ്. ഓർക്കുന്നുണ്ടോ? 4ാമത്തെ മൊഡ്യൂളിൽ ഞാൻ CBDT എന്ന് പറഞ്ഞത്. CBDT ഫുൾ ഫോം പറഞ്ഞേ. CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്നാണ്. അപ്പം നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ വരെയും ഡയറക്റ്റ് ടാക്സുകളെ പറ്റി തന്നെയാണ് പഠിച്ചത്. ഡയറക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ആരാണോ ടാക്സ് അടയ്ക്കേണ്ടത് അയാൾ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി ടാക്സ് അടയ്ക്കുന്നത്. അത് ആ റേറ്റ് അനുസരിച്ച് അങ്ങ് ടാക്സ് അടയ്ക്കും. ഓക്കെ, എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ, ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണേ. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ ഒരു സോപ്പ് മേടിക്കുവാണ്, SOAP, ഒരു സോപ്പ് വാങ്ങുവാണ്. കടക്കാരൻ പറയും ഒരു സോപ്പ് വേണം. എത്ര രൂപയാണ്? 12 രൂപ. എത്ര രൂപ? 12 രൂപ. ഓ ആയിക്കോട്ടെ, പുള്ളി 12 രൂപ കൊടുത്തു, സോപ്പ് മേടിച്ചു. എന്നിട്ട് ഈ സോപ്പ് മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വില അടിക്കുന്നതിനായിട്ട് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് അതിൽ കാണും. MRP 12 ബ്രാക്കറ്റിൽ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ എക്സ് എന്ന് പറയുന്ന ഒരാൾ 12 രൂപ കൊടുത്തൊരു സോപ്പ് വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ അതിനകത്ത് കുറച്ച് എമൗണ്ട് ടാക്സും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ആർക്ക് കൊടുക്കുന്നത്? കച്ചവടക്കാരൻ്റെ ഏൽപ്പിക്കും. സോപ്പിൻ്റെ വില 12, അതിനകത്ത് ടാക്സ് ഉൾപ്പെടെയാണ്. നമ്മൾ ഈ പറയുന്ന സോപ്പും ചീപ്പും എല്ലാം വാങ്ങുന്നത് ടാക്സും കൂടെ ചേർത്തുള്ള പൈസയാണ് കൊടുക്കുന്നത്. ആർക്ക് കൊടുക്കുന്നത്? കച്ചവടക്കാരന് കൊടുക്കുന്നത്. ഓക്കെ ആണേ. അപ്പം ടാക്സിൻ്റെ പൈസ അടയ്ക്കുന്നത് അത് വാങ്ങുന്ന ബയ്യർ തന്നെയാണ്. പക്ഷെ ബയ്യർ ആ പൈസ ആരുടെ കൊടുക്കും? സെല്ലറുടെ കൊടുക്കും. നമ്മൾ ടാക്സിനൊന്നും പറഞ്ഞൊരു എമൗണ്ട് കൊടുക്കൂല. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. സോപ്പിൻ്റെ വില 12, നിങ്ങൾ 12 എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അതിൻ്റെ ടാക്സും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ടാക്സിൻ്റെ എമൗണ്ട് 2 രൂപയാണെന്ന് വിചാരിക്കുക. ഈ സോപ്പിൻ്റെ പുറത്ത് 2 രൂപയാണ് ടാക്സ് എന്ന് വിചാരിക്കുക. ഈ കച്ചവടക്കാരെ എന്ത് ചെയ്യുമെന്നറിയോ? 10 രൂപ മാത്രമേ കച്ചവടക്കാരന് മേശയ്ക്കകത്ത് ഇടാൻ പറ്റൂ. ബാക്കി 2 രൂപ ഈ കച്ചവടക്കാരൻ കൊണ്ടുപോയി ഗവൺമെൻറ് അടയ്ക്കണം. സത്യത്തിൽ ആരുടെ പൈസയാണ് പോയത്? ഈ
ഇനി ആലോചിച്ച് നോക്കിയേ, എക്സ് എന്ന് പറയുന്നയാൾ ഒരു കടയിൽ ചെന്നിട്ടൊരു സോപ്പ് ചോദിക്കുന്നു, സോപ്പിൻ്റെ വില 12, അത് ടാക്സ് അടക്കമാണ്. എക്സ് എന്ന് പറയുന്നയാൾ 12 രൂപ കച്ചവടക്കാരന് കൊടുക്കുന്നു, ആ 12-ൽ 2 രൂപ ടാക്സാണ്. സി, കച്ചവടക്കാരന് 10 രൂപയെ എടുക്കാൻ പറ്റൂ, ബാക്കി 2 രൂപ കച്ചവടക്കാരനാണ് കൊണ്ടുപോയി ഗവൺമെൻറ് അടയ്ക്കുന്നത്. എൻ്റെ ചോദ്യം, സത്യത്തിൽ ആരുടെ പൈസയാണ് പോയത്? എക്സിൻ്റെ പൈസയാണ് പോയത്. സത്യത്തിൽ എക്സിൻ്റെ പൈസ തന്നെയാണ് പോയത്. പക്ഷേ അത് എങ്ങനെയാണ് ഗവൺമെൻറ്റിൽ എത്തിയത്? ഇൻഡയറക്റ്റ് ആയിട്ടാണ്, അല്ലേ? കച്ചവടക്കാരൻ വഴിയാണ് അത് ഗവൺമെൻറ്റിൽ എത്തിയത്. അത്തരത്തിലുള്ള ടാക്സുകളാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മളൊരു സോപ്പ് മേടിക്കുമ്പോൾ ചേട്ടാ സോപ്പിന് എന്താ വില? 12 രൂപ, 2 രൂപ ടാക്സ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾ കച്ചവടക്കാരന് 10 രൂപ കൊടുത്തിട്ട് 2 രൂപയും കൊണ്ട് ഇൻകം ടാക്സ് ഓഫീസിലോട്ട് ഓടും. അങ്ങനല്ലല്ലോ, നമ്മൾ ആ പൈസ അങ്ങ് അടക്കിയല്ലേ. പക്ഷേ നിങ്ങൾ അറിയേണ്ടുന്നത്, നിങ്ങൾ അവിടെ ടാക്സ് അടച്ചിട്ടുണ്ട്. ആര് വഴി? കച്ചവടക്കാരൻ വഴിയാണ് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും ഫേമസ് ആയ ഒരു ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പേരാണ് GST. ഇതാണ് കഥ. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും ഫേമസ് ആയ അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായ ഒരു ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പേരാണ് ഈ പറയുന്ന GST. GSTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ കൈപ്പറ്റുമ്പോൾ, എപ്പോഴും സാധനം വാങ്ങുന്നത് തന്നെ ആവണമെന്നില്ല, ഗുഡ്സും ആവാം സർവീസും ആവാം. നമ്മൾ ഗുഡ്സോ സർവീസോ നമ്മൾ കൈപ്പറ്റുന്ന സമയത്ത് അതിൻ്റെ പേരിൽ ചെറിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് അടക്കണം. അതിനെയാണ് ഈ GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളായിട്ടാണ് ഈ GST പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ കേട്ടോണേ, ഈ GST എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ്, ന്യൂ ജനറേഷനാണ്. GST എന്ന് പറയുന്നത് ഒരു കുഞ്ഞാണ്. നോക്കൂ, 2017 ജൂലൈ 1 GST എന്നൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ വരുന്നത്. 2017, അതാ പറയുന്നത് കുഞ്ഞാവയാണ്, അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആലോചിക്കണം, 5 വയസ്സായിട്ടില്ല. ഓക്കെ, അപ്പോൾ GST എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു കൊച്ചു കുഞ്ഞാണ്. ഇന്ത്യയിൽ വർഷങ്ങളോളം പഴക്കമൊന്നുമില്ല. ഓക്കെ, 2017 നിങ്ങൾക്കറിയാമല്ലോ, വളരെ അടുത്ത കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ 2017 ഈ ഡേറ്റ് ഓർത്ത് വെച്ചോണേ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കും ഇന്ത്യയിൽ GST ഇംപ്ലിമെൻ്റ് ചെയ്ത വർഷം ഏതാണെന്ന്. 2017 ജൂലൈ മാസം 1-ാം തീയതി മുതലാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, അപ്പോൾ ഈ 2017 ജൂലൈക്ക് മുമ്പ് ഇവിടെ ആരും ടാക്സ് അടയ്ക്കത്തില്ലായിരുന്ന? ചേടാ, 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ് GST എന്നൊരു സംഭവം നിലവിൽ വരുന്നത്. അപ്പോൾ ഈ 2017 ജൂലൈ 1 മുൻപ് നമ്മൾ ആരും ടാക്സ് അടയ്ക്കത്തില്ലായിരുന്നോ? അങ്ങനല്ല. 2017 ജൂലൈ 1 മുൻപ് നമ്മുടെ ഇന്ത്യയിൽ കുറേ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു. നമ്പർ കുറേ ഇൻഡയറക്റ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ആ കുറേ ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം കൂടെ ചേർത്താണ് GST എന്ന രീതിയിൽ ഒറ്റ ടാക്സ് ആക്കിയത്. വൺ നേഷൻ വൺ ടാക്സ് എന്നൊരു ആസ്പെക്റ്റാണ്. 2017 ജൂലൈ 1 മുൻപ് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് കുറേ ടാക്സുകൾ ഉണ്ടായിരുന്നു. അതിനെ എല്ലാത്തിനെയും കൂടെ മെർജ് ചെയ്താണ് ഒറ്റയടിക്ക് GST എന്ന രൂപത്തിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ GSTയുടെ ഡേറ്റ് ജൂലൈ 1, 2017 ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഇനി എന്താണ് GST എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതെന്തായാലും എഴുതണം. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതെന്തായാലും എഴുതുക. അടുത്ത സെൻറ്റൻസ് ആണ് പ്രധാനപ്പെട്ടത്. ശ്രദ്ധിച്ചോണേ. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഈ 3 വാക്കുകൾ നോട്ട് ബുക്കിലോട്ട് അങ്ങ് എഴുതിയെടുത്തേ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇതോരോന്നും എന്താണെന്നുള്ളതാണ് സത്യത്തിൽ ഈ മൊഡ്യൂള്. GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ വിശേഷിപ്പിക്കുന്നത് ഇത് കോംപ്രിഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ കോംപ്രിഹെൻസീവ് എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെ മൾട്ടി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് എന്ന് വിളിക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഇത് നിങ്ങൾ വായിക്കണമെന്നില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ വായിച്ച് കളഞ്ഞാൽ അടങ്ങ് തീരും. ഓക്കെ, അത് നിങ്ങൾ വായിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ ഇത്രയൊന്ന് എഴുതിയെടുത്താൽ മതി. GST എന്താണെന്ന് 1 മാർക്കിന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് യൂസ്ഡ് ഇൻ ഇന്ത്യ
ഓൺ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു വരിയും കൂടെ എഴുതണം. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ്. ഇത് എഴുതിയ മാർക്ക് ഉറപ്പാണ്. ജി എസ് ടിയുടെ മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. കോംപ്രിഹെൻസീവ് ആണ്, മൾട്ടി സ്റ്റേജ് ആണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഈ കോംപ്രിഹെൻസീവ്? ജി എസ് ടി എന്ന് പറയുന്ന അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ എന്തുകൊണ്ടാണ് കോംപ്രിഹെൻസീവ് എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകളെ മെർജ് ചെയ്താണ്, ഒരുമിപ്പിച്ചാണ് ഈ ജി എസ് ടി ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് കോംപ്രിഹെൻസീവ്. ഒരുപാട് ടാക്സുകളുടെ ഒരുമിപ്പിക്കലാണ്. അപ്പോൾ ഏതൊക്കെ ടാക്സിനെ ഒരുമിപ്പിച്ചു എന്നാണ് പഠിക്കേണ്ടതാണ്. നോക്കിക്കോ, ജി എസ് ടി എന്ന് പറയുന്നത് ഏതൊക്കെ ടാക്സുകൾ കൂടിച്ചേർത്താണ്? ജി എസ് ടി എന്ന് പറയുന്നത് ഏതൊക്കെ ടാക്സുകളെ കൂട്ടിച്ചേർത്തിട്ടാണെന്നാണ് പറയാൻ വരുന്നത്. അതിൽ തന്നെ സ്റ്റേറ്റ് ടാക്സുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്, സെൻട്രൽ ടാക്സുകളും ഉണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞുതരാടോ, ജി എസ് ടി നിലവിൽ വരുന്നതിന് മുൻപ്, കഥ കേട്ടോണേ, ജി എസ് ടി എന്നൊരു സംഭവം നിലവിൽ വരുന്നതിന് മുൻപ് ഓരോ സ്റ്റേറ്റും ഇത്രയും ടാക്സുകൾ ചാർജ് ചെയ്യുമായിരുന്നു, സ്റ്റേറ്റ് വൈസ്. കൂടാതെ സെൻട്രൽ ഗവൺമെൻറ് ഇത്രയും ടാക്സുകൾ ചാർജ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് സ്റ്റേറ്റിൻ്റെ ഇത്രയും ടാക്സും കൂടെ ചേർത്താണ് ജി എസ് ടി എന്ന് വിളിക്കുന്നത്, സെൻട്രലിൻ്റെ ഇത്രയും ടാക്സും കൂടെ ചേർത്താണ് ജി എസ് ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഒരുമിപ്പിച്ചത്? സ്റ്റേറ്റ് ടാക്സുകളായ വാല്യൂ ആഡഡ് ടാക്സ്, പർച്ചേസ് ടാക്സ്, എൻട്രി ടാക്സ്, ഒട്രോയ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, ഗാംബ്ലിംഗ്, ലോട്ടറി ടാക്സ്, സർചാർജസ് ആൻഡ് സ്റ്റേറ്റ് സെസ്സസ്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിലവിലില്ല. ഇതെല്ലാം കൂടെ ചേർത്താണ് ജി എസ് ടി ആക്കിയത്. കൂടാതെ സെൻട്രലിൻ്റെ ഏതൊക്കെയാണ്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ദെൻ അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി, അഡീഷണൽ ഡ്യൂട്ടീസ്, ദെൻ സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി തുടങ്ങി കുറേ ടാക്സുകൾ ചേർത്താണ് ഇന്ന് ജി എസ് ടി ചെയ്തത്. അപ്പോൾ അതായത് സ്റ്റേറ്റ് പണ്ട് പിരിച്ചുകൊണ്ടിരുന്ന ഇത്രയും ടാക്സുകളും ഓരോ സംസ്ഥാനങ്ങളും പണ്ട് പിരിച്ചുകൊണ്ടിരുന്ന ഇത്രയും ടാക്സുകളും സെൻട്രൽ ഗവൺമെൻറ് പിരിച്ചുകൊണ്ടിരുന്ന ഇത്രയും ടാക്സുകളും കൂടെ ചേർന്നാണ് ഇന്ന് ജി എസ് ടി എന്നറിയപ്പെടുന്നത്. എന്നാൽ ഒരു കാര്യം കൂടെ കേട്ടോ, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും മെർജ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ 2017 മുൻപ് നിലവിലുണ്ടായിരുന്ന എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും ജി എസ് ടിയിൽ മെർജ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് മെർജ് ചെയ്യാത്തത്? സ്റ്റേറ്റ് ടാക്സ് ആയിട്ട് ഇന്നും സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും പ്രൊഫഷണൽ ടാക്സും വെഹിക്കിൾ ടാക്സും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എല്ലാം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും ജി എസ് ടിയുടെ ഭാഗമായിട്ടില്ല. ഇതൊക്കെ ഓർത്ത് വെച്ചോണേ. സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രൊഫഷണൽ ടാക്സ്, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഇതെല്ലാം ഇപ്പോഴും ഇതേ പേരിൽ തന്നെ സ്റ്റേറ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രലിലേക്ക് വന്നാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെസ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി തുടങ്ങിയ ചാർജുകളെല്ലാം ഇന്നും അതേ പേരിൽ തന്നെയാണ് പിരിക്കുന്നത്. സോ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സും മെർജ് ചെയ്തെന്നല്ല, മെജോറിറ്റി ഇൻഡയറക്റ്റ് ടാക്സുകളും സ്റ്റേറ്റിൻ്റെ ഇത്രയും സെൻട്രലിൻ്റെ ഇത്രയും മെർജ് ചെയ്തിട്ടാണ് ഇന്ന് ജി എസ് ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആദ്യത്തെ കോംപ്രിഹെൻസീവ് എന്ന് വിളിക്കുന്നത്. ആ പേരിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഒരു കോംപ്രിഹെൻസീവ് ഇൻ നേച്ചർ എന്ന് പറയാൻ കാര്യം, ഇത്രയും ചാർജുകൾ സ്റ്റേറ്റ് വൈസും സെൻട്രൽ വൈസും ഇത്രയും ടാക്സുകൾ ഒരുമിപ്പിച്ചാണ് ജി എസ് ടി എന്നൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇതൊന്നും തന്നെ ഒരുമിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ജി എസ് ടി മോഡൽ ഡ്യുവൽ ജി എസ് ടി എന്ന് പറയും. ഇത് പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും ചോദിക്കും. നമുക്ക് ഇന്ത്യയിൽ നിന്ന് നിലവിലുള്ളത് ഡ്യുവൽ ജി എസ് ടി ആണ്. ഡ്യുവൽ ജി എസ് ടി എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, നമ്മൾ ഒരു സാധനമോ സർവീസോ ഗുഡ്സോ സർവീസോ വാങ്ങുന്ന സമയത്ത് ജി എസ് ടി എന്നും പറഞ്ഞ് അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ ഒരു പോർഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരു പോർഷൻ സെൻട്രൽ ഗവൺമെൻറ്റിനുമായിട്ട് പോകുന്നൊരു രീതിക്കാണ് ഡ്യുവൽ ജി എസ് ടി എന്ന് പറയുന്നത്. രണ്ട് കൂട്ടർക്കും കിട്ടും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈ രണ്ട് കൂട്ടർക്കും കൂടെയാണ് ഈ ടാക്സ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഡ്യുവൽ ജി എസ് ടി എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ടുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ സി ജി എസ് ടി എന്നൊരു ഏർപ്പാടുണ്ട്. സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഞാൻ എല്ലാം പറഞ്ഞുതരാം. പിന്നെ എസ് ജി എസ് ടി ഉണ്ട്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് രണ്ടും കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഐ ജി എസ് ടി എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്.
ഇത് സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു തന്നാൽ ശ്രദ്ധിച്ചിരുന്നോണേ. കേരള എന്നൊരു സംസ്ഥാനം കൺസിഡർ ചെയ്യുക, കേരള എന്നൊരു സ്റ്റേറ്റ്. ഓക്കെ, ഈ സ്റ്റേറ്റിനകത്ത് തന്നെയാണ് ഒരു കച്ചവടം നടക്കുന്നതെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് കൊല്ലം ടു ട്രിവാൻഡ്രം, കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് സാധനം വിറ്റു, എന്തോ ആയിക്കോട്ടെ, കേരളത്തിനകത്ത് തന്നെയാണ് ആ ട്രേഡ് നടക്കുന്നത്. ബയ്യറും സെല്ലറും കേരളത്തിനകത്ത് തന്നെയാണ്. ഇതിന് സ്റ്റേറ്റിനകത്ത് തന്നെ ഒരു അത് കേരളമായാലും തമിഴ്നാടായാലും കർണാടകയായാലും ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണ് ബയ്യറും സെല്ലറും ഉള്ളതെങ്കിൽ അതാണ് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. കേട്ടോണേ, ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണ് ഈ ട്രാൻസാക്ഷൻ കിടന്ന് ചുറ്റി കളിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻട്രാ സ്റ്റേറ്റ്. എന്നാൽ സ്റ്റേറ്റ് വിട്ടു പോവുകയാണ്. കേരള ടു തമിഴ്നാട്, കേരളത്തിൽ ബയ്യർ, തമിഴ്നാട്ടിൽ സെല്ലർ, തമിഴ്നാട്ടിൽ സെല്ലർ, കർണാടകയിൽ ബയ്യർ, കർണാടകയിൽ ബയ്യർ, അങ്ങനെ സ്റ്റേറ്റ് വിട്ടു പോവുകയാണ്. അല്ലെങ്കിൽ കൺട്രി വിട്ടു പോവുകയാണ്. ഇന്ത്യ ടു അമേരിക്ക, ഇന്ത്യ ടു അമേരിക്ക, ഇന്ത്യ ടു കാനഡ, അങ്ങനെ പോകും. സ്റ്റേറ്റ് വിട്ടുപോയാലും കൺട്രി വിട്ടുപോയാലും, അതായത് അതിനാണ് നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റുകൾ തമ്മിലാണ് ഇൻ്റർ സ്റ്റേറ്റ്, സ്റ്റേറ്റിനകത്താണ് ഇൻട്രാ സ്റ്റേറ്റ്. ഇനി പറഞ്ഞ കേട്ടോണേ, ഒരു ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് നടക്കുന്നതെങ്കിൽ അതായത് കേരളത്തിനകത്ത് തന്നെയാണ് ബയ്യറും സെല്ലറും, മഹാരാഷ്ട്രയ്ക്ക് അകത്ത് തന്നെയാണ് ബയ്യറും സെല്ലറും, കർണാടകയ്ക്കകത്ത് തന്നെയാണ് ബയ്യറും സെല്ലറും, അതാണ് ഇൻട്രാ സ്റ്റേറ്റ്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ 2 ചാർജ് ചെയ്യും. CGST എന്ന് പറഞ്ഞൊരു എമൗണ്ട് എടുക്കും, SGST എന്ന് പറഞ്ഞ എമൗണ്ട് എടുക്കും. നിങ്ങളുടെ ബില്ലുകളൊക്കെ നോക്കിയാൽ മതി. വലിയ സൂപ്പർ മാർക്കറ്റിലോ റെസ്റ്റോറൻറ്റിലോ പോയിട്ട് ആ ബില്ല് മേടിച്ച് നോക്കിയാൽ ഇത് രണ്ടും കാണും. കാര്യം ബയ്യറും സെല്ലറും നമ്മുടെ നാട്ടിൽ തന്നെ ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ അവിടെ CGSTയും ചാർജ് ചെയ്യും, SGSTയും ചാർജ് ചെയ്യും. സോ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനാണ് ഈ CGSTയും SGSTയും ചാർജ് ചെയ്യുന്നത്. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് സ്റ്റേറ്റും തമ്മിൽ, കേരള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അങ്ങനെ സ്റ്റേറ്റും തമ്മിലാണെങ്കിൽ, ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു IGST അങ്ങ് ചാർജ് ചെയ്യും. ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. ഇവിടെ CGSTയോ SGSTയോ വരത്തില്ല. ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു IGST ചാർജ് ചെയ്യും, ഒരു IGST അങ്ങ് ചാർജ് ചെയ്യും. ഇതാണ് അപ്പോൾ IGST എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഒക്കെ ചാർജ് ചെയ്യും. ഇതാണ് ഈ 3 പേരുകൾ. ഓക്കെ, അപ്പം CGSTയും SGSTയും പ്രത്യേകം ചാർജ് ചെയ്യുന്നത് ഇൻട്രാ സ്റ്റേറ്റിനകത്താണ്, ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ. സ്റ്റേറ്റ് വിട്ടുള്ള കളിയാണെങ്കിൽ, ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ IGST ആണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇവിടെ പറയുന്ന ഡ്യുവൽ GST. ഓക്കെ, ഇതാ കേട്ടോ, ആദ്യം CGST ആണ്. ഇവിടെ പറയുന്നുണ്ടോ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു CGST ആണ് ചാർജ് ചെയ്യുന്നത്. അത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും സർവീസ് ടാക്സും എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, ഇതാ ഇവിടെ പറയുന്നുണ്ട് സെൻട്രൽ സെയിൽസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, ഇതെല്ലാം കൂടെ ചേർത്താണ് ഇന്ന് ഈ CGST എന്ന പേരിലോട്ട് ആക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? സെൻട്രൽ സെയിൽസ് ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി. ഇതെല്ലാം പണ്ടുണ്ടായിരുന്നടോ. 2017 മുൻപ് ഇങ്ങനെ ഓരോ പേരിലാണ് ടാക്സ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇന്നതെല്ലാം കൂടെ ചേർത്ത് CGST എന്നും പറഞ്ഞ് വാങ്ങുന്നു. എവിടെ? ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ, സംസ്ഥാനത്തിനകത്ത് തന്നെയാണെങ്കിൽ, സ്റ്റേറ്റിനകത്ത് തന്നെയാണെങ്കിൽ. ഓക്കെ, അത് തന്നെയാണ് SGSTയും. ഇൻട്രാ സ്റ്റേറ്റ് തന്നെയാണ്. ഇതും ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇവിടെ വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയിൽ എക്സ്ട്രാ ടാക്സ് എല്ലാം കൂടെ ചേർത്താണ് SGST ആക്കിയത്. ഓക്കെ, അതാണ് SG. അപ്പോൾ SGSTയും ഈ പറയുന്ന കണക്ക് തന്നെ ഇൻട്രാ സ്റ്റേറ്റിനാണ് വാങ്ങുന്നത്. ഇവിടെ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെയോ വീട്ടിലുണ്ടെങ്കിൽ പോയി നോക്കും. ഇപ്പോൾ തന്നെ വല്ല സൂപ്പർ മാർക്കറ്റിലെ ബില്ലോ റെസ്റ്റോറൻറ്റ് ബില്ലോ എന്തെങ്കിലും വീട്ടിലുണ്ടോ നോക്കിയാൽ ഏറ്റവും താഴെ ഇത് രണ്ടും കാണും. CGST SGST ഒരു ശതമാനവും കാണും. ഓക്കെ, ശതമാനമൊക്കെ വഴിയേ പറഞ്ഞുതരാം, ഇപ്പോൾ തുടക്കമല്ലേ. ഇനി എന്താണ് അപ്പോൾ IGST? ഇത് നോർമലി നമ്മുടെ ബില്ലൊന്നും അധികം കാണത്തില്ല. കാര്യം സ്റ്റേറ്റ് വിട്ടു പോകണം. ഇൻ്റർ സ്റ്റേറ്റ് ആണ്. ഈ ഇൻ്റർ സ്റ്റേറ്റ് മാത്രമല്ല, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് IGST വുഡ് ബി ആപ്ലിക്കബിൾ ടു ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം ഔട്ട്സൈഡ് കൺട്രി ആസ് വെൽ. കൺട്രി ടു കൺട്രി, രാജ്യം വിട്ടു പോകുന്നതിനെയും നമ്മൾ IGST തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ IGST എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഒരു 2 സ്റ്റേറ്റ് വിട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ 2 സ്റ്റേറ്റും കേരളയും തമിഴ്നാടും സെൻട്രൽ ഗവൺമെൻറ്റും ഇടപെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട്.
കേരളവും തമിഴ്നാടും എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും. കേരളത്തിനകത്ത് തന്നെ ഇൻട്രാ സ്റ്റേറ്റ്, കേരളത്തിനകത്ത് തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ കേരളവും സെൻട്രൽ ഗവൺമെൻറ്റും ഇടപെടുന്നുള്ളൂ. എല്ലാ സംസ്ഥാനത്തിൻ്റെയും പുറത്ത് സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിനകത്ത് തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ കേരളവും സെൻട്രൽ ഗവൺമെൻറ്റും ഇടപെടും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ CGST കേരളം അവരുടെ SGST മേടിക്കും. ഓക്കെ, പക്ഷേ കേരള തമിഴ്നാട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട്? കേരളവും തമിഴ്നാടും സെൻട്രൽ ഗവൺമെൻറ്റും ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് IGST എന്നും പറഞ്ഞൊരു എമൗണ്ട് അങ്ങ് വാങ്ങുന്നത്. അത് അവിടെ പ്രത്യേകം സ്റ്റേറ്റും സെൻട്രലും വരത്തില്ല. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനാണ് ഈ IGST. അതായത് നോക്കി, IGST ഷാൾ ബി അപ്പോർഷൻഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻ ദ വേ ആസ് മേ ബി പ്രൊവൈഡഡ് ടു. അതായത് റേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ IGST എന്ന് പറഞ്ഞ് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, IGST എന്ന് പറഞ്ഞ് കിട്ടുന്ന എമൗണ്ട് ഇതുപോലെ തന്നെ സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും വീതിച്ചെടുക്കലാണ് പതിവ്. ആ പറയുന്ന എമൗണ്ടിൻ്റെ ഒരു പോർഷൻ സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരു പോർഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കലാണ് പതിവ്. അതിലേക്കൊക്കെ കടക്കാം, അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ, അത് മാത്രമല്ല, ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ CGST SGST വരും. ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരെണ്ണേ വരും, IGST. ഇനി ഇത് മൂന്നും കൂടാതെ വേറൊരുത്തം വരുന്നുണ്ട്, വരുന്നത് UTGST. അതെന്താണാവോ? എടോ, സ്റ്റേറ്റുകൾ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ മാത്രമല്ല, യൂണിയൻ ടെറിട്ടറി, മലയാളത്തിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെന്ന് പറയും. ഈ ലക്ഷദ്വീപൊക്കെ അതിനകത്ത് വരുന്നതാണ്. അതിനകത്തുണ്ട് ഡൽഹി, ചണ്ഡീഗഡ്, ദെൻ ദാദ്ര നഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാർ, ദാമൻ ദിയു, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി, ഇതൊക്കെയെന്ന് പറയുന്നത് സ്റ്റേറ്റുകളല്ല, സംസ്ഥാനങ്ങളല്ല. അതൊക്കെ കുറച്ച് ജനറൽ നോളജാണ്. ഇതെല്ലാം കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്, യൂണിയൻ ടെറിട്ടറി എന്ന് പറയും. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ്. ഇത്തരത്തിലുള്ള യൂണിയൻ ടെറിട്ടറീസിലാണ് ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ അവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് UTGST ആണ്. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാം. ഇവിടെ UTGST എന്ത് തന്നെ ആയാലും, ഇനി കാര്യത്തിലേക്ക്, എന്ത് തന്നെ ആയാലും GST എന്ന് പറഞ്ഞ് കിട്ടുന്ന എമൗണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. അതാണ് ഈ ഡ്യുവൽ GST. സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും എമൗണ്ട് പോവും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും പോകും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും പോകും, യൂണിയൻ ടെറിട്ടറിയിലേക്കും പോകും എന്ന് പറയുന്ന കണക്കാണ്. എന്തായാലും ഇതിനൊരു ഡ്യുവൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. GST എന്ന് പറഞ്ഞ് കിട്ടുന്ന എമൗണ്ട് രണ്ട് കൂട്ടരുടെ കയ്യിലേക്ക് എന്തായാലും പോകും. രണ്ടിൽ കൂടുതൽ പോകത്തില്ല. ഇപ്പം കേരള തമിഴ്നാടു ഇടപാടിനകത്ത് പോലും നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടും, സ്റ്റേറ്റിനും കിട്ടും. അതിനാണ് ഡ്യുവൽ GST എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന 4 കാര്യങ്ങളുണ്ട്. CGST SGST എന്താ? ഇൻട്രാ സ്റ്റേറ്റ്. IGST എന്താ? ഇൻ്റർ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾ തമ്മിൽ. അപ്പോൾ ഈ പറയുന്ന UTGST എന്താ? യൂണിയൻ ടെറിട്ടറീസിനകത്ത് വരുന്ന ട്രാൻസാക്ഷനാണ്. ഓക്കെ, ഇത്രയും കാര്യം നോക്കി വെച്ചേക്കുക. ദെൻ ഇതൊക്കെ കേട്ടതിൽ നിന്നും, ഇപ്പം ഞാൻ കുറേ നേരമായിട്ട് കഥാപ്രസംഗം നടത്തിയല്ലേ, ഈ കഥാപ്രസംഗം കേട്ടതിൽ നിന്നും GSTയുടെ കുറച്ച് ഫീച്ചേഴ്സ് പെട്ടെന്ന് അങ്ങ് പറയാം. ചോദിച്ചാലോ 4 മാർക്കിന് വല്ലതും. എന്തൊക്കെയാണ് GSTയുടെ ഫീച്ചേഴ്സ്? 1, GST വിൽ ബി ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ് ഈ GST ചാർജ് ചെയ്യുന്നത്. മറന്നു പോകരുത്, ജൂലൈ 1, 2017 തൊട്ടാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. അപ്പോൾ ഇതിന് മുൻപായിരുന്നെങ്കിൽ ഇങ്ങനൊരു സബ്ജക്റ്റ്, ഇങ്ങനൊരു ടോപ്പിക്കേ വരത്തില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിന് മുൻപ് കൊണ്ടുപോയിട്ട് ഇൻഡയറക്റ്റ് ടാക്സ് പഠിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ പഠിക്കേണ്ടി വന്നതാണ്. ഇതാ നല്ലത് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യം പറയേണ്ടത് ഇതാണ്, GST ചാർജ് ചെയ്യുന്നത് എന്തിനാണ്? ഗുഡ്സ് ഓർ സർവീസസിൻ്റെ സപ്ലൈയുടെ പുറത്താണ്. എന്ന് മുതലാണ്? 2017 ജൂലൈ മാസം 1-ാം തീയതി മുതലാണ് ഇത് ചാർജ് ചെയ്യപ്പെട്ടത്. അടുത്തത്, സംസ്ഥാനത്തിനകത്താണെങ്കിൽ, ഇൻസൈഡ് സ്റ്റേറ്റ് ആണെങ്കിൽ CGSTയും SGSTയുമാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിലോ IGST ആണ് ചാർജ് ചെയ്യപ്പെടുന്നത്. വേണമെങ്കിൽ ഒരു പോയിന്റ് ഇവിടെ എഴുതി ചേർക്കാം. യൂണിയൻ ടെറിട്ടറീസിനകത്താണെങ്കിലോ UTGST ആണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അതൊക്കെ എഴുതി ചേർക്കാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന്, ഈ കാസ്കാഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് അടച്ച എമൗണ്ടിൻ്റെ പുറത്ത് വീണ്ടും ടാക്സ് അടയ്ക്കുന്ന ഒരു ഏർപ്പാടാണ് കാസ്കാഡിങ് എഫക്റ്റ്. അങ്ങനത്തെ ഒരു സംഭവം GSTയിൽ ഉണ്ടാവത്തില്ല. കാര്യം GSTയുടെ കേസിൽ വാല്യൂ ആഡഡ് കോൺസെപ്റ്റാണ്. അതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു റോ മെറ്റീരിയലിൻ്റെ പുറത്ത് വാല്യൂ ആഡ് ചെയ്യുമ്പോഴാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവുന്നത്. അതാണ് ഈ വാല്യൂ ആഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓരോ സ്റ്റേജിലും ടാക്സ് ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ചാർജ് ചെയ്യപ്പെട്ട എമൗണ്ടിൻ്റെ പുറത്ത് വീണ്ടും ടാക്സ് ചാർജ് ചെയ്യപ്പെടത്തില്ല. GST അത് ഉറപ്പ് തരുന്നുണ്ട്. ഇത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്താലേ മനസ്സിലാവൂ ഈ കാസ്കാഡിങ് എഫക്റ്റ് എന്താണെന്ന്. ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് അടച്ച, ഓൾറെഡി ടാക്സ് പേ ചെയ്ത ഒരു എമൗണ്ടിൻ്റെ പുറത്ത് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല. ആ രീതിയിലാണ് GST സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് എവിടെയാണോ ഫൈനൽ കൺസംഷൻ നടക്കുന്നത് അവിടെ വെച്ചാണ് ഈ GST പേയ്മെൻറ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറുന്നു, റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മളല്ലേ ഇത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആ ഫൈനൽ കൺസംഷനിലാണ് ഈ GST പൂർണ്ണമായിട്ടും കിട്ടിത്തീരുന്നത്. ഇപ്പോൾ നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആരാണോ അയാളാണ് ഫൈനലായിട്ട് ആ GST അടച്ച് തീർക്കുന്നത്. അപ്പോൾ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. കൺസ്യൂം ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് ആ ടാക്സ് പേയ്മെൻറ്റ് നടക്കുന്നത്. ഇത്രയുമാണ് GSTയുടെ ഫീച്ചേഴ്സ്. ഇത്രയൊന്നും അല്ല നമ്മുടെ ടോപ്പിക്ക്. ഇപ്പോൾ ഇത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ, നല്ലപോലെ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ചെറിയ പ്രോബ്ലംസേ ഉള്ളൂ, സിമ്പിൾ പ്രോബ്ലംസേ ഉള്ളൂ സിലബസിൽ. ചോദിക്കുമോയെന്ന് എനിക്കറിയില്ല, എങ്കിലും പ്രത്യേകം പറയുന്നുണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ഓൺലി ആണ്. ഇതിൻ്റെയൊക്കെ വലിയ പ്രോബ്ലം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു സബ്ജക്റ്റാണ്. നിങ്ങൾ MCOMിലോട്ട് ചെല്ലും. ഈ MCOMിലോട്ട് ചെല്ലുമ്പോൾ GST ഒരു സബ്ജക്റ്റാണ്. ഇതൊരു മൊഡ്യൂളല്ലേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ബേസിക് കണക്കുകളൊക്കെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമൊക്കെ ഒന്ന് കേട്ട് വെച്ചേക്കണേ.